ഹായ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജാംനഗറിൽ നിന്ന് ലാൽപൂരിലേക്ക് പോകുന്ന വഴിയിലാണ്. ലാൽപൂർ കഴിഞ്ഞിട്ട് ഗോപ്നാഥ് എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു മലേൻ്റെ മുകളിലാണ് ആ ക്ഷേത്രം. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അവിടേക്കുള്ള വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരു മല ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഈ യാത്രയിൽ നമ്മളെ കൂടെ 2 പേര് കൂടി ഉണ്ട്. ഒന്ന് സഞ്ജയ് സാറ്, നമ്മളെ ജോഗ്രഫി ടീച്ചറാണ്. പിന്നെ ഒന്ന് മുദസ്സിർ സാറ്, പുള്ളി നമ്മളെ എക്കണോമിക്സ് ടീച്ചറാണ്. പുള്ളീൻ്റെ അടുത്തൊരു അടിപൊളി വണ്ടി ഉണ്ട് കേട്ടോ. എന്താ അതിൻ്റെ പേര്? കേരള എൻഡൈസറാ, അവഞ്ചർ. ഈ പുള്ളി പഹാഡിയാണ്, അതായത് ഡാർജിലിംഗ് എന്നുള്ള മനുഷ്യനാണ്. പക്ഷേ ഈസ് അഫ്രൈഡ് ഓഫ് ദ ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാൽപൂർ ടൗണ്. ലാൽപൂർ ടൗൺ ഒരു വലിയ ടൗണാണ്. ശരിക്കും അവിടുന്ന് ആ ഭാഗത്തു നിന്നാണ്, ആ ഭാഗം മുഴുവൻ ലാൽപൂർ ടൗണാണ്. ഇത് ലാൽപൂർ, ഇപ്പോൾ നമ്മൾ കാണുന്ന ലാൽപൂർ ടൗണിൻ്റെ എൻഡാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് കടകളുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. നമ്മൾ ചെറിയ കൺഫ്യൂഷനിലാണ്. ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, അതായത് ഈ ഗുജറാത്തി സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. സമൂസ, പിന്നെ ബ്രെഡ് പൊരിച്ചത്, അതുപോലെ തന്നെ ജിലേബി ഒക്കെ. അപ്പോൾ ഈ ഗുജറാത്തിൽ സാധാരണ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റുകളെ കിട്ടുള്ളൂ. ഡോക്ല, അതുപോലെ തന്നെ ഗാട്ടിയ, ഇങ്ങനെയൊക്കെയുള്ള പൊരിച്ച കടികൾ, ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ചിലയിടത്തുണ്ടാവും ആലു പൊറോട്ട ഒക്കെ ഉണ്ടാവും. ഇതാണ് ഗുജറാത്തിലെ ചായ. അടിപൊളി ചായയാണ്. ചായ ഇത് ഫുള്ള് പാലിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അടിപൊളി ചായ. ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും, പക്ഷേ സംഭവം അടിപൊളിയായിരിക്കും. आपका नाम क्या है भाई? ബല റബാരി. ഈ റബാരി എന്ന് പറഞ്ഞത് ഈ ഇതാണ് കേട്ടോ, മറ്റേ കാലിനെ വെക്കുന്ന ആൾക്കാരാണ് റബാരി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ്. ജിലേബി ഉണ്ട്, സമൂസ ഉണ്ട്, ബ്രെഡ് പക്കോട, പിന്നെ ഡോക്ല, ഖമ്മൻ ഡോക്ല, പിന്നെ ഒരു ചട്നി ഉണ്ട് അതിൻ്റെ കൂടെ. വേറെ രസമുണ്ട് കേട്ടോ, കോമഡി ഉണ്ട് ഗുജറാത്തിൽ. ചായ ഉള്ളിടത്ത് കടി ഉണ്ടാവില്ല, കടി ഉള്ളിടത്ത് ചായ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കടീൻ്റെ ആൾ പുറത്തുനിന്ന് വന്നതാണ്. അവിടെ അങ്ങനെ റോട്ടിലൂടെ അങ്ങനെ വിറ്റ് കിടക്കുന്ന ആളാണ്. ആ നേരെ നമ്മളെ മുന്നിൽ കാണുന്നതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഗോപിനാഥ് മഹാദേവ് ടെമ്പിൾ. അതിൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ മലയാണിത്. അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം കാണാൻ കഴിയും. അപ്പം അവിടെ വരെ വാഹനം പോകട്ടാ, ഏറ്റവും മുകളിൽ വരെ വാഹനം ബൈക്ക് പോകും. പക്ഷേ കുറച്ച് കഷ്ടപ്പാടുണ്ട്. റോഡ് അത്ര പെർഫെക്റ്റ് അല്ല, ഇതുപോലൊക്കെയുള്ള റോഡാണ്. നമ്മൾ മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് കുറച്ച് കയറിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടെ ഒരു തടാകമൊക്കെ കണ്ടില്ലേ. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു പൈസ പിരിക്കാനുള്ള സംഭവമാണ്. 20 റുപ്യ ഈ ഒരു വണ്ടിക്ക്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് കോറി മാഫിയൻ്റെ കയ്യിലാണ് ഈ സ്ഥലങ്ങൾ മൊത്തം. അതാണ്. നടന്ന് കയറേണ്ടവർക്കുള്ള ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ അവിടെ. ഈ കാണില്ല, ഇത് നടന്ന് കയറേണ്ടവർക്കുള്ള ഷോർട്ട് കട്ടാണ്. പക്ഷെ ഇതൊന്നും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ ഒരു റോഡുണ്ട്. ഈ റോഡിലൂടെ സത്യം പറഞ്ഞാൽ കാറ് പോകും, എത്ര വരെ മുകളിൽ വരെ കാറ് പോകും. അതാണ് നമ്മളെ ലൊക്കേഷൻ.
he is moving very fastly. So how he can record it? And apart from that, we are both together now. So he have to go slowly. Then only he can. അപ്പോൾ ഇതാണ് ഈ ഗോപനാഥ് മഹാദേവ് ടെമ്പിള്. ഇവിടേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ചുറ്റുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതാണിപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ. ഈ മലേൻ്റെ ഒരു സൈഡിലാണ് ഇത്. ഈ വഴിയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. നമ്മൾ വന്ന ക്ഷേത്രം അവിടെ ആയിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ ഈ സൈഡിലേക്ക് വന്നതാണ്. ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇതുണ്ട് താഴെ വില്ലേജുകളൊക്കെ കാണുന്നത്. ഇതിലൂടെയാണ് നമ്മൾ വന്ന വഴി ഈ കാണുന്നത്. ഇവിടെയൊക്കെ വിൻഡ് മില്ലുകളാണ്. ഇതുണ്ടല്ലേ വിൻഡ് മില്ല്. അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കും എന്നുള്ള. അങ്ങോട്ട് വേണമെങ്കിൽ നടന്നു പോകാം അതുവരെ. നമ്മൾ അവിടെ കൂടി ഒന്ന് പോയി വെക്കാം. ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര താഴോട്ട് ഭയങ്കര സ്റ്റീപ്പാണ്. വീണ് കഴിഞ്ഞാൽ പോയി. പിന്നെ ഈ വഴി ഭയങ്കര സ്ലിപ്പറിയാണ്. ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്തോറും ഈ ശബ്ദം കൂടിക്കൂടി വരും കേട്ടോ. നമ്മളൊരറ്റത്തെത്തി. ഇവിടെ താഴോട്ടുള്ള കാഴ്ച ഉണ്ട്. Ansari sir, how are you? Thank you Shakir sir for bringing me here. So would you like to go there? I'll like to go with the bike. With the bike? Yes. Oh my god. While driving. Oh. If we had parachutes no, so we could have if we had a training also and proper gear also. So we could have then landed in some field. Okay, paragliding. Yeah. This is a good spot. Yes, of course. No, but a lot of empty spaces are there. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി പഹാഡിയാണ്. അതായത് ഡാർജിലിംഗ് എന്നുള്ള മനുഷ്യനാണ്. പക്ഷേ Afraid of height. He is afraid of the height. I am also. Anyone can have a phobia. I request Shakir sir thoda sa piche ho jao yaar. See, anyone can have phobia. Yes, some are afraid of water, some are afraid of wind. So it's natural. But how will you survive in Himalaya? No, actually, if you see, this is cliff. Intent to Okay. go Himalaya. This is cliff, and if when you talk about I am from hill, it doesn't mean that I keep on jumping from the cliff or yes, although it's a hill slopey area, yes, I'm habitual of being in such area. Okay. But it doesn't mean that as I can jump from here. So yes, basically I have got phobia from the height. Okay. So I cannot go near the edge of this. My feet start shivering. പുള്ളിക്ക് ഇതിൻ്റെ അടുത്ത് പോകാൻ പേടിയുണ്ട്. പക്ഷേ പുള്ളി മല കയറും കേട്ടോ. അത് സിമ്പിളായിട്ട് പുള്ളി കയറും. അപ്പോൾ നമ്മൾ ബൈക്കിന് വന്ന ചില സ്ഥലത്തൊക്കെ പുള്ളി നടന്ന് കയറി.
ഈ പുള്ളി मैं उस फोन में बैठूंगा ഈ ഷർപ്പാള പോലെ ഭയങ്കര സ്റ്റാമിനയാണ് പുള്ളിക്ക്. take in such a way picture from behind. GoPro, stop recording. GoPro, take a photo. This will be nice. Yes. I cannot watch, see, you know. Yeah, why not? Because not it's visible sunny. because of sunlight. Shakir sir, Take a photo. Shakir sir, this is not അപ്പോൾ ടെമ്പിളിൻ്റെ ഏരിയ ഇവിടെ നല്ല ഷെയ്ഡൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കൽ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ട് അവിടെ, പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളിൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ പിന്നിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കണ്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കാണും. കണ്ടില്ലേ, നമ്മൾ വന്ന സമയത്ത് ഒരു കുളം കണ്ട ഓർമ്മയുണ്ടോ? ആ കുളമാണ് കാണുന്നത്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ റോഡ് മൊത്തം ചുറ്റി 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 ഇങ്ങനെ വന്നത്. ഈ സംഭവം ഇപ്പോൾ ഗുജറാത്തിൽ വിൻ്റർ വിൻ്റർ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം പച്ചപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പച്ചപ്പ് ഉണ്ട്, ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളാണ് പച്ചപ്പൊക്കെ. കണ്ടില്ലേ, മലകളൊക്കെ നല്ല രസമാണ്. തണുപ്പ് രാവിലെയും രാത്രിയാണ് നല്ല തണുപ്പുള്ളത്. പിന്നെ ഉച്ച സമയത്ത് കുഴപ്പമില്ല, ഈ സ്വെറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു വന്ന് ഇനി അടുത്ത പരിപാടി ഫുഡാണ് കേട്ടോ. ഇവിടെ എല്ലാത്തരം ഫുഡുണ്ട്, ചൈനീസ്, ഗുജറാത്തി, പഞ്ചാബി. അപ്പോൾ താലിയാണ് നമ്മൾ കഴിക്കാനുള്ള പ്ലാന്. അപ്പോൾ നമ്മൾ ഗുജറാത്തി താലി കഴിക്കാനുള്ള പരിപാടിയാണ്. പഞ്ചാബി സെറ്റപ്പ് അടിപൊളിയാട്ടാ ഇവിടുത്തെ. സ്വിങ്